ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നവാബി ഷമായി ഉണ്ടാക്കാവേ. ഇത് ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയപ്പോഴല്ലേ നല്ല പൊളി ഐറ്റമാണ്. അതിന് ഞാൻ 1 ലിറ്റർ പാൽ ഒരു പാനിലേക്ക് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഞാനൊരു 3 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതൊരു കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം അത് മിക്സ് ചെയ്ത് എടുത്ത് വെക്കാൻ. പാല് തിളച്ച് വരുമ്പോഴേക്കും ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ പാനിലുള്ള ബാക്കിയുള്ള പാലിലേക്ക് ഒരു 2 വലിയ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ മിൽക്ക് മെയ്ഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ നന്നായും ഇതിന് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അഡീഷണൽ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി അതിലേക്ക് നമുക്ക് ഈ കോൺഫ്ലവറിൻ്റെ മിക്സില്ലേ, അതുകൂടെ നമുക്ക് ഇത് ആഡ് ചെയ്ത് അത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. കട്ട കെട്ടാതെ വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. ഇത് നല്ല തിക്കായിട്ട് കുറുക്കി നമുക്കിത് മാറ്റി വേറൊരു ബൗളിലേക്ക് നമുക്കെടുത്ത് മാറ്റി വെക്കണം. ഇനി ഈ പകുതി പാലിലേക്ക് ബാക്കിയുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കസ്റ്റേർഡ് പൗഡർ പാലിൽ കലക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ ഈ പാലിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പാനിലേക്ക് തന്നെ നമ്മൾ ഈ കസ്റ്റാർഡ് മിക്സില്ലേ അത് നമുക്ക് ഒഴിച്ച് നമുക്ക് അതിലേക്ക് തന്നെ നന്നായിട്ട് സ്റ്റൗവിൽ വെച്ച് കുറുക്കി എടുക്കണം. അതും ഒട്ടും കട്ട കെട്ടാതെ ഇതേപോലെ കുറുക്കി എടുത്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു ബൗള് നിറച്ച് ബ്രൗൺ, അതായത് ഈ ഫ്രൈഡ് സേമിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ചെറിയ ടൈപ്പ് സേമിയ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെയുള്ള വലിയ സേമിയ എടുത്തിരിക്കുന്നത്. ഇനി ഞാനൊരു വലിയ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കാഷ്യൂ നട്ടും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്യാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഈ സേമിയ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സേമിയ ഫ്രൈഡ് സേമിയ നമ്മൾ എടുക്കുന്നതെങ്കിലും ഇതൊരു 8-9 മിനിറ്റ് നന്നായിട്ട് നമുക്കിതൊന്ന് ഈ പാനിനകത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇത് വേവിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര 4 ഏലക്കയുമായി ചേർത്ത് മിക്സിയിൽ അടിച്ച പൗഡറാണ് അതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി കുറച്ച് പാൽപ്പൊടി കൂടി ഇതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം ഈ സേമിയ നന്നായി ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് ഈ പഞ്ചസാരയും പാൽപ്പൊടിയും കൂടെ ഈ സേമിയയിലേക്ക് നന്നായിട്ട് യോജിക്കത്തക്ക കുറേ പ്രാവശ്യം ഒന്ന് ഇളക്കിയെടുക്കുക. എല്ലാം യോജിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഞാൻ ഇനി ഇത് എടുക്കുന്നത് ഇതേപോലുള്ള ഒരു ട്രേയിലേക്കാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സേമിയ ആദ്യം ഇതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ തവി കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കുക. ഇതിലേക്ക് ആദ്യം എടുത്ത നമ്മുടെ കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഫുള്ള് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അത് ഒഴിച്ചു കൊടുത്ത് നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ സേമിയ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറത്തേക്ക് അതൊന്നും ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ തവി കൊണ്ട് തന്നെ ഇങ്ങനെ തട്ടി വെക്കുക. ഇനി അതിൻ്റെ പുറത്തേക്ക് ഈ കസ്റ്റേർഡ് മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അത് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് സേമിയ നമ്മൾ ഇതേപോലെ വിതറി കൊടുക്കുക. ഇങ്ങനെ നന്നായി എടുത്ത് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് കുറേ സമയം കഴിഞ്ഞ് ഏകദേശം ഒരു 2
3 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇതൊന്നും അല്ലേ, ഫ്രിഡ്ജിൽ വെച്ചിട്ടാണേലും എടുക്കാം.